ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വൈപ്പിൻ മിനി ഹാർബർ മാർക്കറ്റ് തന്നെയാണ്. ഞാനും എൻ്റെ സുഹൃത്തും കൂടി ചെല്ലാനം മാർക്കറ്റിൽ നല്ല മീൻ വരും, പുഴ മീൻ വരും, നല്ല കടൽ മീൻ വരും എന്ന് പറഞ്ഞ് അവിടുത്തെ ഹാർബറിലേക്ക് രാവിലെ 3 മണിക്ക്, വെളുപ്പിന് 3 മണിക്ക് എണീറ്റ് 4:30-ക്കാണ് അവിടെ ലേലം വിളി എല്ലാം നടക്കാറ്. 5 മണി വരെ 6 മണി വരെ ഉണ്ടാകും അവിടുത്തെ ലേലം വിളി എന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ മുന്നേ പോയിട്ടില്ലാത്ത ഒരു ഹാർബറിലേക്ക് ചെല്ലാനം അങ്ങോട്ടേക്ക് പോയപ്പോൾ കണ്ണമാലി എത്തി വണ്ടി ഓടിച്ച് ബൈക്കിലായിരുന്നു പോയത്. പക്ഷേ കണ്ണമാലി എത്തിയപ്പോൾ തന്നെ നമുക്ക് വയ്യാണ്ടായി വണ്ടി ഓടിച്ചിട്ട്, കാരണം അത്ര ലോങ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കണ്ണമാലിയിൽ നിന്ന് തന്നെ ചെല്ലാനം ഹാർബറിലേക്ക് പോവാണ്ട് നേരെ ഫോർട്ട് കൊച്ചിയിൽ വന്ന് ജങ്കാറ് വഴി വീണ്ടും നമ്മളെ പഴയ വൈപ്പിൻ മാർക്കറ്റിൽ പോയി അവിടുന്ന് നല്ല മീൻ എടുത്തിട്ട് നമുക്ക് ഷോപ്പിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നേരെ കണ്ണമാലിയിൽ നിന്ന് നേരെ തോപ്പുംപടി കയറി നേരെ ഫോർട്ട് കൊച്ചിയിൽ ഈ ജങ്കാറ് കയറാൻ വേണ്ടി വന്നു. ജങ്കാറ് രാവിലെ 6 മണിക്ക് തന്നെ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിവിടെ പോയപ്പോൾ 2ാമത്തെ സർവീസായിരുന്നു. അപ്പോൾ ഒരു ജങ്കാറ് വന്ന് ഞങ്ങളതിൽ കയറി. ഞാൻ നേരെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് നിങ്ങൾക്ക് നല്ല വിഷ്വൽസ് കാണിച്ചു തരാം. രാവിലത്തെ ഫോർട്ട് കൊച്ചിയിൽ ഒരുപാട് വർഷം ഉണ്ടായിട്ടും എനിക്ക് രാവിലെ ജങ്കാറിൽ കയറാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള ഭാഗ്യം കിട്ടി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഞാൻ വൈപ്പിലേക്ക് രാവിലെ 2ാമത്തെ സർവീസ് എടുക്കുന്ന ജങ്കാറിലേക്ക് കയറി. അതൊരു വൈബ് തന്നെയാണ്, നല്ല മൂഡാണ്. എൻ്റെ സുഹൃത്തിൻ്റെ ഷോപ്പിലേക്കുള്ള മീൻ എടുക്കാനായിട്ട് നല്ല ഫ്രഷ് മീൻ തന്നെ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കണമെന്നുള്ള നിർബന്ധം കാരണം, അവൻ്റെ ഒറ്റ നിർബന്ധം കാരണം ഞാൻ അവനെയും കൂട്ടി ഫോർട്ട് കൊച്ചിയിൽ ഉള്ള മാർക്കറ്റിലും, അവിടെ ഫോർട്ട് കൊച്ചിയിൽ അങ്ങനെ വലിയ മാർക്കറ്റ്, പിന്നെ ഉള്ളത് തോപ്പുംപടിക്കാണ്. തോപ്പുംപടിയിലുള്ള ഹാർബർ അത്യാവശ്യം വലിയ ഹാർബറാണ്. അവിടെ ലേലം വിളിക്കുന്ന മീൻ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, അതിൻ്റെ ക്വാണ്ടിറ്റി അത്രക്കധികം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ചെറിയ ഷോപ്പുകാർ അവിടെ പോയി മീൻ പർച്ചേസ് ചെയ്യാറില്ല. മെയിനായിട്ട് ഞങ്ങളുടെ ഉദ്ദേശം വൈപ്പിൻ മാർക്കറ്റ് തന്നെയാണ്. അതാവുമ്പോൾ നല്ല ഫൈബറുകാരെ, നല്ല ബോട്ടുകാരെ, നല്ല ഫ്രഷ് മീൻ കിട്ടും. ബോട്ടുകാർ മോർണിംഗ് രാവിലെ ഒരു 3 മണിക്ക് ഫൈബറായിട്ട് ഇവിടുന്ന് പോകും. തിരിച്ച് അവർ വരുന്ന ടൈം 9 മണി 10 മണിക്കാണ് രാവിലെ. ആ ഒരു ടൈമിലാണ് അവർ തിരിച്ചു വരുന്നത്. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള അയില, മത്തി, അയക്കുറ, മോത, അങ്ങനെയുള്ള എല്ലാ മീനും, സ്രാവ് എല്ലാം ഈ വൈപ്പിൻ ഈ മിനി മാർക്കറ്റിൽ കിട്ടും. നമ്മൾ ഇപ്പം എറണാകുളത്ത് നിന്ന് വരികയാണെങ്കിൽ കാളമുക്ക് പാലം ഇറങ്ങി ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ പറയുന്ന ഈ മിനി മാർക്കറ്റ് ഉള്ളത്. റൈറ്റ് സൈഡിലുള്ള മാർക്കറ്റ് വലിയ മാർക്കറ്റാണ്. അവിടെ രാവിലെ 4:30-ക്കാണ് അവിടെ ലേലം വിളി തുടങ്ങുക. ഞാനും എൻ്റെ സുഹൃത്തും കൂടി 2 ആഴ്ചത്തോളം എല്ലാ ഹാർബറിലും മാർക്കറ്റിലും നല്ല ഫ്രഷ് മീൻ എവിടെയാണ് കിട്ടുന്നത് എന്ന് നോക്കാൻ വേണ്ടി പല മാർക്കറ്റിലും ഹാർബറിലും പോയ ആൾക്കാരാണ്. ഞങ്ങൾ ആദ്യം പോയത്, ഞങ്ങളെ ഷോപ്പ് ഓപ്പൺ ആക്കിയ അവസരത്തിൽ ഞങ്ങൾ ആദ്യം പോയത് വരാപ്പുഴ മാർക്കറ്റിലാണ്. അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല പുഴമീൻ കിട്ടും, നല്ല ഫ്രഷ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും നല്ല ഫ്രഷ് പുഴമീൻ കിട്ടുന്നത് ചിലപ്പം വരാപ്പുഴയിലായിരിക്കും. അവിടെ കടൽ മീൻ പുറത്തുനിന്ന് വണ്ടി വന്നിട്ട് പല ഹാർബറിൽ നിന്നും വരുന്ന വണ്ടി അവിടെ മീൻ ഇറക്കിയിട്ട് അങ്ങനെ പുറത്തുനിന്ന് വരുന്ന മീനാണ് കടൽ മത്സ്യങ്ങൾ വരാപ്പുഴയിൽ. ഞങ്ങൾ വരാപ്പുഴയിൽ നിന്ന് കുറച്ച് മീൻ എടുത്തു, പുഴമീനും കുറച്ച് കടൽ മീനും. കടൽ മീൻ അവിടെ അങ്ങനെ അത്ര നല്ല ഫ്രഷ് അല്ല വരാപ്പുഴയിൽ. നിങ്ങൾക്ക് നല്ല ഫ്രഷ് മീൻ നല്ല ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് ലേലം വിളിച്ചിട്ട് നിങ്ങളെ ഷോപ്പിലോ വീട്ടിൽ ആവശ്യത്തിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വൈപ്പിൻ മാർക്കറ്റിലേക്ക് തന്നെ നിങ്ങൾ വരേണ്ടി വരും. അത്രയ്ക്ക് വില കുറച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും, നല്ല ഫ്രഷ് മീൻ കിട്ടും. ഇതുപോലെ ഫൈബറിൽ വന്നിട്ടാണ്, അവിടെ ഫൈബറാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഫൈബർ ബോട്ടുകളാണ്.
ഫൈബർ ബോട്ടിൽ വരുന്ന മീനുകളാണ്, ചൂണ്ടയിൽ പിടിക്കുന്ന മീനുകളാണ്. കൊച്ചിയിൽ എറണാകുളത്തോ നിങ്ങളൊരു ഫിഷിൻ്റെ ഷോപ്പ് ഹൈജീനിക്കായിട്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വൈപ്പിലെ മിനി ഹാർബറിൽ വന്നിട്ട് നിങ്ങൾ മീൻ പർച്ചേസ് ചെയ്യണം. നിങ്ങൾക്ക് അത്യാവശ്യം പേയ്മെൻറ്റ് ലാഭം ഉണ്ടാകും, ഉറപ്പുള്ള കാര്യമാണ്. കാരണം നല്ല ഫ്രഷ് മീൻ നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ആ കസ്റ്റമർ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും, നല്ല ഫ്രഷ് മീൻ കൊടുക്കുമ്പോൾ. അവിടുത്തെ അവിടെ രാവിലെ 9 മണിക്ക് തുടങ്ങും, ഉച്ചയ്ക്ക് 1 മണി വരെയാണ് അവിടെ ലേലം വിളി. ബോട്ടിൽ മീൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ ടൈമിൽ നിങ്ങൾ പോയിട്ട് മീൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.